നമസ്കാരം. ആഹ്ലാദിപ്പിൻ, ആർമാദിപ്പിൻ. പെണ്ണുങ്ങളെ നിങ്ങൾക്കൊന്ന് കൈയടിച്ചുകൂടെ? മിനിമം ഒന്ന് തുള്ളിച്ചാടുകയെങ്കിലും ചെയ്തുകൂടെ? പേരിനെ അന്വർത്ഥമാക്കുന്ന പോലെ ആശ മാത്രം നൽകി കബളിപ്പിക്കപ്പെട്ട ആശമാരോടാണ് ചോദ്യം. പിണറായി സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധത സ്വന്തം പാർട്ടിയിൽ നിന്ന് തുടങ്ങണം. ഒന്നാമത്തെ ചോദ്യം, ശൈലജ ടീച്ചറിനെ പോലെ കേരളം ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ പാടിപ്പുകഴ്ത്തിയ കൊറോണയെയും നിപ്പയെയും മുന്നിൽ നിന്ന് സധൈര്യം നേരിട്ട ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിട്ടും എന്തിനു കേവലം തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പരസ്യം മാത്രമായി ആ സ്ത്രീയെ ഒതുക്കി? ചോദ്യം 2, ഇന്നോളം കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ലാതിരുന്നിട്ടും ഇടതുപക്ഷത്ത് അതിന് ഏറ്റവും യോഗ്യതയുള്ള നേതാക്കന്മാർ ജനപിന്തുണയോടെ ഉണ്ടായിട്ടും കേരളം മുഴുവൻ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ആഗ്രഹിച്ചിട്ടും എന്തേ പിണറായി മുഖ്യന്റെ കസേര വിട്ടുകൊടുത്തില്ല? ചോദ്യം 3, നീണ്ട 266 ദിവസമായി മുഖ്യന്റെ മൂക്കിന് തുമ്പിൽ കുറെ നിലാരംഭരായ സ്ത്രീകൾ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി രാപ്പകൽ സമരം നടത്തിയിട്ടും ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ വോട്ട് കൊണ്ട് കിട്ടിയ അധികാരത്തിന്റെ ചെങ്കോൽ താഴെ വെച്ച് അവരെ കേൾക്കാൻ പോലും മുഖ്യന് ചെവിയില്ലാതായി പോയത് എന്തേ? കേരളത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന അനേകം പ്രസ്ഥാനങ്ങൾക്കും സമരങ്ങൾക്കും പിന്നിൽ എന്നും സ്ത്രീകളുടെ ആത്മാഭിമാനം, അവകാശബോധം, സമത്വത്തിന്റെ ഉറച്ച സ്വപ്നം എന്നിവയാണ്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ അതേ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെയും അവകാശങ്ങളെയും തുടർച്ചയായി നിഷേധിക്കുന്ന രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആശാപ്രവർത്തകർ. അവർ നടത്തിയ നീണ്ടു നിൽക്കുന്ന സമരം സ്ത്രീകളുടെ വേദനയും ഭരണകൂടത്തിന്റെ ക്രൂരതയും ഒരേ സമയം തുറന്നു കാട്ടുന്ന ചരിത്രമായി തീരുന്നു. ഹൃദയത്തിൽ സ്ത്രീ ശക്തിയുടെ ഏറ്റവും തിളങ്ങുന്ന പ്രതീകമാണ് ആശാപ്രവർത്തകർ. ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യം, കുട്ടികളുടെ പോഷണം, പ്രസവ സഹായം, വീടുകളിലെ ആരോഗ്യ പരിപാലനം തുടങ്ങി അനവധി ഉത്തരവാദിത്തങ്ങൾ ഇവർ വഹിക്കുന്നു. എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലം, തൊഴിൽ സുരക്ഷ, അവകാശങ്ങൾ തുടങ്ങിയവയിൽ സർക്കാരിന്റെ സമീപനം പരമാവധി അവഗണനാപരമാണ്. മാസങ്ങളായി ഇവർ പിണറായി സർക്കാരിനോട് ശമ്പള വർധനവും തൊഴിൽ സ്ഥിരതയും ആവശ്യപ്പെട്ട് സമരം നടത്തുന്നുണ്ട്. എന്നാൽ സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത് അഹങ്കാരവും അനാസ്ഥയും നിറഞ്ഞ മൗനത്തോടെയാണ്. ഈ സമരം സ്ത്രീകളുടെ തൊഴിലവകാശങ്ങൾ മാത്രമല്ല, അവർ നേരിടുന്ന ഭരണവ്യവസ്ഥയുടെ സ്ത്രീവിരുദ്ധ മുഖവും വെളിപ്പെടുത്തുന്ന ഒന്നാണ്. എന്നിട്ടിപ്പോൾ അടുത്ത പ്രാവശ്യവും കേരളത്തിന്റെ അധികാരം കൈയാളാനുള്ള കൊതിമൂത്ത് ജനങ്ങൾക്കു മേൽ പണം വാരിയെറിയാനുള്ള നാടകം നടത്തുമ്പോൾ ഇതേ ആശമാർക്ക് അനുവദിച്ചു കൊടുത്ത ഭിക്ഷ കേവലം 1000 രൂപ. എന്നിട്ട് ചെങ്കൊടി വീശി സഖാക്കന്മാരും സഖാത്തികളും പറയുകയാണ് പെണ്ണുങ്ങളെ കൈയടിക്കുന്നത്. ഉളുപ്പുണ്ടോ പട്ടിണിയിൽ ഒട്ടിയ വയറുമായി പ്രതീക്ഷ പറ്റിയ കണ്ണുമായി തെരുവിലിരുന്ന് കൈയടിക്കാൻ പറയാൻ? നാണമുണ്ടോ വക്കുപൊട്ടിയ ഓട്ടപാത്രത്തിൽ നിന്ന് നുള്ളിപ്പിറക്കാവുന്ന വറ്റിന്റെ എണ്ണം കുറച്ച് വയറ് മുറുക്കിയെടുത്ത് പിണറായിയുടെ ഫ്ലക്സ് വെക്കാൻ പറയാൻ? നെറിയുണ്ടോ പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് 266 ദിവസം തെരുവിൽ ഉറങ്ങിയ ഈ സ്ത്രീകളോട് മുഖം തിരിക്കാൻ? കേരളം സ്ത്രീ സുരക്ഷയും പുരോഗതിയും എന്ന് മുദ്രാവാക്യം വിളിക്കുന്നുവെങ്കിലും യാഥാർത്ഥ്യം അതിനൊട്ടും ചേർന്നതല്ല. പിണറായി സർക്കാരിന്റെ ഇരട്ട നയം ഇതിൽ വ്യക്തമാണ്. പ്രസംഗങ്ങളിലും രാഷ്ട്രീയ വേദികളിലും സ്ത്രീകളുടെ ശക്തിയെ പാടിപ്പുകഴ്ത്തിയാൽ പോലും പ്രായോഗികമായി സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകുന്നതിൽ സർക്കാർ പിന്മാറുന്നു. ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്ന മാസ ശമ്പളത്തിൽ നിന്നും യാത്രാ ചെലവിനും മെഡിക്കൽ സഹായത്തിനും പോലും മതിയായ സൗകര്യമില്ല. അവർക്കുള്ള ബോണസുകൾ, ഇൻഷുറൻസ്, തൊഴിൽ സുരക്ഷ തുടങ്ങിയവ അനിശ്ചിതാവസ്ഥയിലാണ്. സ്ത്രീകളുടെ തൊഴിൽ മൂല്യത്തെ അവഗണിക്കുന്ന ഈ ഭരണകൂടം അവരെ സേവന മനോഭാവമുള്ളവരായി മാത്രം കാണുകയാണ് ചെയ്യുന്നത്. ഓണറേറിയം വർദ്ധിപ്പിച്ചതിൽ ഫ്ലക്സ് വെച്ച് ആഹ്ലാദിക്കാൻ ആശമാരുടെ ഗ്രൂപ്പിൽ CITUവിന്റെ ശബ്ദ സന്ദേശവും തുച്ഛമായ തുക കിട്ടിയതിൽ എങ്ങനെ ആഹ്ലാദിക്കുമെന്ന് മറുചോദ്യവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരും വീണ്ടും അവഗണിക്കപ്പെടുന്ന സ്ത്രീവർഗത്തിന്റെ നേർക്കാഴ്ചയാവുകയാണ്. ഓണറേറിയം 1000 രൂപയായി വർദ്ധിപ്പിച്ചതിൽ ആഹ്ലാദ പ്രകടനത്തിനോ മന്ത്രിമാരുടെ ചിത്രത്തിന്റെ ഫ്ലക്സ് വയ്ക്കാനോ അല്ല ആശമാരുടെ ഇനിയുള്ള തയ്യാറെടുപ്പെന്നും ശക്തമായുള്ള സമരത്തിലേക്ക് കടക്കാനാണ് തീരുമാനമെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു കഴിഞ്ഞു. ആരോഗ്യ കേന്ദ്രങ്ങളുടെ മുന്നിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും അഭിനന്ദനം രേഖപ്പെടുത്തി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നായിരുന്നു ആശമാരുടെ ഗ്രൂപ്പിൽ വന്ന CITU നേതാവിന്റെ സന്ദേശം. തിരുവനന്തപുരത്തെ വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്താനാണ് CITU ജില്ലാ കമ്മിറ്റിയുടെ അറിയിപ്പ്. എല്ലാ ജില്ലകളിലും ആഹ്ലാദ പ്രകടനത്തിന് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഓണറേറിയം 21,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വന്ന രാപ്പകൽ സമരം നാളെ അവസാനിപ്പിച്ചുകൊണ്ട് ഇനി ജില്ലകളിലാകും പ്രതിഷേധം. ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരുമെന്ന് തന്നെയാണ് ആശമാരുടെ ഉറച്ച തീരുമാനം. ആശാപ്രവർത്തകരുടെ സമരം നീണ്ടു നിൽക്കുമ്പോൾ സർക്കാർ അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചില്ല. പകരം സമരത്തിന്റെ ശബ്ദം അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. സമരം ചെയ്യുന്ന സ്ത്രീകൾക്ക് പോലീസ് ഇടപെടലുകൾ, ഭീഷണികൾ, ആരോപണങ്ങൾ എന്നിവയാണ് ലഭിച്ചത്. സ്ത്രീകളുടെ വേദനയെ രാഷ്ട്രീയ എതിരാളികളായി കാണുന്ന സമീപനമാണ് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ വീഴ്ച. ആശാപ്രവർത്തകന്മാരുടെ സമരം സ്ത്രീകൾക്കുള്ള നീതി ആവശ്യപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ അലർച്ചയാണ്. അതിനെ അടിച്ചമർത്തുന്നത് സംസ്ഥാനത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവഹേളനമാണ്. ആശാപ്രവർത്തകരുടെ സമരം ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം മാത്രമല്ല, അത് സ്ത്രീ ശക്തിയുടെ പുനരുദ്ധാനമാണ്. അവരെ തളർത്താൻ സർക്കാർ ശ്രമിച്ചിട്ടും അവർ ഉറച്ച് നിലകൊള്ളുന്നു. അത് കേരളത്തിലെ സ്ത്രീകൾ ഇനി മൗനം പാലിക്കില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. പിണറായി സർക്കാരിന്റെ അനാസ്ഥയും സ്ത്രീവിരുദ്ധ സമീപനവും സംസ്ഥാനത്ത് ഒരു വലിയ ചിന്താഗതിപരമായ മാറ്റത്തിന് വഴിയൊരുക്കുകയാണ്. സ്ത്രീകളുടെ ബോധവൽക്കരണം എന്ന രാഷ്ട്രീയ അതിർത്തികൾ കടന്ന് സമത്വത്തിന്റെ ശബ്ദമായി വളർന്നു കഴിഞ്ഞു. ഉയർന്നു കേൾക്കുന്നത് കയ്യടികളല്ല സർക്കാരെ, അടിച്ചമർത്തപ്പെട്ട സ്ത്രീവർഗത്തിന്റെ നേരുള്ള ശബ്ദമാണ്. ആ ശബ്ദത്തിൽ ഒരിക്കൽ കേരളത്തിലെ സാധാരണക്കാരന്റെ പ്രാർത്ഥനയായിരുന്ന ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വെറുപ്പിന്റെയും അമർഷത്തിന്റെയും ചൂടിൽ മുങ്ങി ഉരുകി അവസാനിച്ചു പോകും സർക്കാരെ മറക്കരുത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച